നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അനധികൃതമായി അനുമതി നൽകിയത് സ്ഥലം ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവാണെന്ന് ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. അത് തന്നെയാ സത്യം. മുത്തച്ഛനൊന്നും അറിയില്ല. എല്ലാരും ഹാപ്പി. കുറച്ച് ദിവസത്തേക്ക് മാത്രം മതി. അത് കഴിഞ്ഞ് ചേച്ചിയമ്മ മോളോട് പറയും, സത്യയോട് പറയാൻ. അപ്പൊ പറഞ്ഞാ മതി. ശരി, സമ്മതിച്ചു. സത്യയിൽ നിന്ന് ഇനി കൂടുതൽ ദിവസം ചേച്ചിയമ്മ ഞാനല്ലെന്ന് ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല. പിന്നെ വിഷ്ണുവേട്ടനാണ് അവളുടെ അച്ഛനെന്ന് പറയേണ്ടി വരും. അതിനു മുമ്പ് കാര്യങ്ങളെല്ലാം കലങ്ങി തെളിയണം. മാഡം, എന്താ അനു? എത്ര തവണ ഫോൺ ചെയ്തു മാഡം, എന്താ എടുക്കാത്തെ? എന്താ കാര്യമെന്ന് പറ. ചെറിയൊരു കുഴപ്പമുണ്ട് മാഡം. എന്താ കാര്യമെന്ന് പറ. ചൈന കോളനിയിലെ നിരവധി കുട്ടികൾ വിഷബാധയേറ്റ് ഹോസ്പിറ്റലില്. ടിവിയില് ന്യൂസ് പോകുന്നുണ്ട്. ഈശ്വര, ഒരു സ്വകാര്യ വ്യക്തിയുടെ അധീനതയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നിന്നെത്തിയ ഫുഡിൽ നിന്നാണ് വിഷബാധ ഉണ്ടായത് എന്നാണ് നിലവിലെ നിഗമനം. അത്യന്തം വേദനാജനകമായ സംഭവമെന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രി സ്ഥാപനത്തിനെതിരെ കർശനമായ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും കുറ്റം ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും പറഞ്ഞു. നിർധനരായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ചൈന കോളനിയിലെ കുറേയധികം കുട്ടികളെയാണ് ഈ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷബാധയേറ്റ് പല ഭാഗങ്ങളിൽ നിന്നും കുട്ടികളെ അതാത് സ്ഥലത്തെ ഹോസ്പിറ്റലുകളിലേക്കും ക്ലിനിക്കുകളിലേക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ നിയമം അനുസരിച്ചുള്ള ഒരു ചട്ടങ്ങളും പാലിക്കാതെ പ്രവർത്തിച്ച ഈറ്റ് ഡേ എന്ന സ്ഥാപനത്തിന് അനധികൃതമായി അനുമതി നൽകിയത് സ്ഥലം ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവാണെന്ന് ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. കുറ്റവാളികൾ എത്ര ഉയർന്ന പദവിയിൽ ഇരിക്കുന്നവരാണെങ്കിലും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് DGPയും അറിയിച്ചിട്ടുണ്ട്. അനു, നമുക്ക് എത്രയും പെട്ടെന്ന് സംഭവ സ്ഥലത്തെത്തണം. അത് വേണ്ട മാഡം, ഇപ്പൊ ജനങ്ങളാകെ വയലന്റ് ആയിരിക്കുക. ചാനലിലെ പേര് കൂടി വന്ന സ്ഥിതിക്ക് മാഡത്തെ കണ്ടു കഴിയുമ്പോ അവരെങ്ങനെ റിയാക്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. മാറി നിൽക്കാനോ? ഈ കാഴ്ച കണ്ടുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന എന്റെ സത്യാവസ്ഥ ഞാൻ എങ്ങനെ ബോധ്യപ്പെടുത്തും? ഞാൻ നിരപരാധിയാണെന്ന് ജനങ്ങളെ അറിയിക്കണ്ടേ? എങ്ങനെയാണ് ഈ ചതിവ് പറ്റിയെന്ന് എനിക്ക് അറിയണ്ടേ? അതറിയണം മാഡം, ജനങ്ങളെ അറിയിക്കുകയും വേണം. പക്ഷെ ഈ സാഹചര്യത്തിൽ നമ്മൾ അല്പം സംയമനം പാലിക്കുന്നതല്ലേ നല്ലത്? ഇത്രയും കുട്ടികൾ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ അവരുടെ മാതാപിതാക്കളുടെ അവസ്ഥ മാഡം ഒന്ന് ചിന്തിച്ചു നോക്ക്. ജീവിതം തന്നെ കൈവിട്ടു പോയ അവസ്ഥയാ പലർക്കും. അവർക്ക് മുന്നിലേക്ക് മാഡം ഇപ്പൊ കടന്നു ചെന്ന് അവര് പലതും പ്രവർത്തിക്കും. അതിനുശേഷം മാഡം നിരപരാധിയാണെന്ന് അറിയുമ്പോ പരിതപിക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്താ? 1-2 ദിവസത്തേക്ക് മാഡം കുറ്റവാളിയെ പോലെ ഞാൻ ഒളിച്ചിരിക്കണോ? നമ്മൾ ഇപ്പൊ തന്നെ പോകുന്നു. ഇത് കളക്ടറുടെ ഓർഡറാണ്. യെസ് മാഡം.
അതെ പ്രശാന്ത്, 26ഓളം കുട്ടികളാണ് ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ. ഒരു നിമിഷം. അതെ, 32 കുട്ടികളാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നതായാണ് നമ്മുടെ പ്രതിനിധി ഷാരോൺ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. താലൂക്ക് ആശുപത്രിയിൽ മാത്രമല്ല, മറ്റ് സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ തേടിയവരുണ്ട്. ഇത് സംബന്ധിച്ച് വ്യക്തമായ കണക്കുകൾ ഇപ്പോൾ നമുക്ക് വ്യക്തമല്ല. ആ കണക്കുകൾ കൂടി ലഭ്യമാകുമ്പോൾ വിഷബാധയേറ്റ സംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. തലസ്ഥാന നഗരിയിലെ ഏറ്റവും ദരിദ്രമായ താഴേക്കിടയിലുള്ള കുട്ടികളാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു എന്നുള്ളത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. സംസ്ഥാന ഭരണ സ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ മൂക്കിൻ തുമ്പിന് താഴെ, എന്നാൽ അധികാരവർഗത്തിന്റെ പതിറ്റാണ്ടുകളായി അവഗണിക്കപ്പെട്ട ചൈന കോളനിയിൽ നിന്നുള്ള കുരുന്നുകളാണ് ജില്ലാ ഭരണകൂടത്തിന്റെ പരീക്ഷണത്തിന്, അതേ പ്രശാന്ത്, ഗിനിപ്പന്നുകളെ പോലെയുള്ള പരീക്ഷണത്തിന് ഇരയായിരിക്കുന്നത്. അതെ, അങ്ങനെ തന്നെ പറയാം. ജില്ലാ ഭരണകൂടം ആസൂത്രണം ചെയ്ത ഡെപ്യൂട്ടി കളക്ടർ സജീവ് കുമാർ എക്സിക്യൂട്ടീവ് ചെയർമാനായുള്ള ഏണിംഗ് മെമ്പർ പദ്ധതിയാണ് പാവപ്പെട്ട കുരുന്നുകൾക്കിടയിൽ വിഷവർഷം നടത്തിയിരിക്കുന്നത്. അതെ സതീഷ്, ഹോസ്പിറ്റലുകളിൽ നിന്ന് ദാരുണ ചിത്രങ്ങളാണ് നമ്മുടെ ചാനലിലൂടെ പ്രേക്ഷകരിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രബുദ്ധ കേരളത്തെ നടുക്കിയ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ദൃശ്യങ്ങളെന്ന് തന്നെ പറയാം. അരുംകൊലകൾ ആസൂത്രണം ചെയ്ത അരമനയ്ക്ക് മുൻപിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ജനങ്ങളെ സംരക്ഷിക്കേണ്ട, കാത്തു പരിപാലിക്കേണ്ട ജില്ലാ കളക്ടറേറ്റ് തന്നെയാണ് അതെന്ന് പറയാൻ നമ്മൾ ലജ്ജിക്കേണ്ടി വരും സതീഷ്. അക്ഷരം തേടിപ്പോയ കുഞ്ഞുങ്ങളെ അന്നത്തിൽ വിഷം ചേർത്ത് ചതിച്ച കഥയാണ് ഈ കളക്ടറിന് പറയാനുള്ളത്. കേരള ചരിത്രത്തിൽ കറുത്ത അക്ഷരത്തിൽ എന്നും അടയാളപ്പെടുത്താവുന്ന സംഭവത്തിന് ചുക്കാൻ പിടിച്ച് ഭരണസിരാ കേന്ദ്രം. അതെ, കേരളം ഇപ്പോൾ കാതോർക്കുന്നത് ഏണിംഗ് മെമ്പർ പദ്ധതിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ കൂടിയായ ഡെപ്യൂട്ടി കളക്ടർ സജികുമാറിന്റെ വാക്കുകൾക്കായാണ്. അദ്ദേഹം ഈ ഓഫീസിൽ തന്നെ ഉണ്ടെന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. ഈ സംഭവത്തിൽ അദ്ദേഹം പ്രതികരണത്തിന് തയ്യാറാകുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടതാണ്. ഇപ്പോൾ കേരളം ഞെട്ടിത്തരിച്ചുകൊണ്ടിരിക്കുകയാണ്. സജികുമാർ സാറല്ലേ ഇത്? ചൈന കോളനിയിലെ കുട്ടികൾക്ക് സംഭവിച്ച ഭക്ഷ്യ വിഷബാധയെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? സർ, മീഡിയ ഫേസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ചിട്ട് മതിയെന്നാ ഞാൻ. നന്നായിട്ട് ആലോചിച്ച് തന്നെയാ ഞാനിവിടെ നിൽക്കുന്നത്. സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കാനോ കത്തെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യാനോ ഞാൻ തയ്യാറല്ല. അതുകൊണ്ടാ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വിശദീകരിക്കുന്നത്. സർ, കാര്യങ്ങൾ കുറച്ച് വിശദമായി പറയാമോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.